എല്ലാവർക്കും ജംഷിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. ഏത് സാഹചര്യങ്ങളും ഫംഗ്ഷൻ ആയാലും അഥവാ നമ്മൾ ഒരു സ്ഥലം വരെ പോയാലും അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ്. മൊബൈൽ ഫോൺ ഓർ ക്യാമറ ഏതിലായിക്കോട്ടെ. നമ്മൾ ഒരു സെൽഫി സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സിംഗിൾ ട്രോപ്പോഡൊക്കെ ഉപയോഗിച്ചാലും ചെറിയ ഷെയ്ക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ആപ്പിലൂടെ നമുക്ക് ആ വീഡിയോയുടെ ഷെയ്ക്ക് എങ്ങനെ കുറച്ച് ഒരു പരിധി വരെ നമുക്ക് കുറച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആ ആപ്പ് ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിത്തരാം. ഓക്കെ, നമ്മുടെ ആപ്പ് ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിളിൻ്റെ ഫോട്ടോസാണ്, ഗൂഗിൾ ഫോട്ടോസ്. ഓക്കെ, ഗൂഗിൾ ഫോട്ടോസ് തുറക്കാം. ഗൂഗിൾ ഫോട്ടോസിൽ നമുക്ക് ആവശ്യമുള്ള വീഡിയോ ഏതെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ, ചെറിയൊരു വീഡിയോ, വലിയ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറേ ടൈം എടുക്കാം. അപ്പോൾ അതാണ്ടാണ് നമ്മുടെ ചെറിയ വീഡിയോ. അതിലൊരു ചെറിയ ഷെയ്ക്ക് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ അടിയിൽ എഡിറ്റിൻ്റെ ബട്ടൺ ഉണ്ട്, നിൽക്കുക. അതിനുള്ളിൽ ഒന്ന് പ്രസ് ചെയ്യുക. ഇതാ ഫസ്റ്റ് കാണുന്നത് തന്നെ സ്റ്റെബിലൈസറിന് ഓപ്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റെബിലൈസിങ് ആവും. സ്റ്റെബിലൈസിങ്ങിലാണ്. ഓക്കെ, ഇത് സ്റ്റെബിലൈസായി. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അത് കാണിച്ചതിന് ചെറിയ ഷെയ്ക്ക് പോലും അത് പോയി. ഓക്കെ, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ചെറിയ ഷെയ്ക്ക് പോലും ഇല്ല. അത് വെറും നമ്മുടെ കൈ കൊണ്ടെടുത്തൊരു വീഡിയോ ആണിത്. ഓക്കെ, സേവ് ചെയ്യാം. വീഡിയോ സേവായി. നമ്മുടെ ഫോട്ടോസിന് മേലെ തന്നെ കാണാം. ഓക്കെ, ഇതാണ് ആ വീഡിയോ. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റത്തെ വീഡിയോ കാണിച്ചു തരാം. സ്റ്റെബിലൈസ് ചെയ്യാത്ത വീഡിയോ, ചെറിയൊരു വിറയിലടക്കം നമുക്ക് കാണാം. കണ്ടോ, അതുപോലും ഇല്ല നമ്മുടെ സ്റ്റെബിലൈസ് ചെയ്താൽ. ഓക്കെ ഫ്രണ്ട്സ്, ഗൂഗിൾ ഫോട്ടോസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് പുതുതായി കാണുന്നവർക്ക് ഇതൊരു പുതിയ അറിവ് തന്നെ ആയിരിക്കും. കണ്ടവർ ജസ്റ്റ് ലീവ്. പക്ഷേ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വീഡിയോ കാണാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഫ്രണ്ട്സ്, നമുക്ക് പുതിയ വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ഓക്കെ.